വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നു. ദൈവസേനയിലായിരിക്കുന്നത് പോലെ സന്തോഷം മറ്റൊന്നുമില്ല. പത്രോസും യാക്കോബും യോഹന്നാനും മറുരൂപമലയിലായിരുന്നപ്പോൾ അവർ കർത്താവോട് പറയുന്നൊരു കാര്യമുണ്ട്: നാം എവിടെ ഇരിക്കുന്നത് നല്ലത്. പ്രിയമുള്ളവരെ, ദൈവസന്നിധി പോലെ ഇത്രയും നല്ലതായ മറ്റൊരു പരിതസ്ഥിതിയില്ല. എന്നാൽ എല്ലാവരും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. നമ്മുടെ നിത്യതയിൽ എപ്പോഴും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, ആനന്ദം അതെത്രയും അവർണ്ണനീയമാണ്. നമ്മളെത്ര ഇവിടെയുള്ള സമയം, സ്വർഗത്തിൽ സമയമില്ലായെങ്കിലും നമ്മൾ ലോകപ്രകാരം ചിന്തിച്ചാൽ കോടാനുകോടി വർഷങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോഴും നമുക്ക് ഇന്നലെ കഴിഞ്ഞു പോയ ഒരു ദിവസം പോലെ മാത്രം നമുക്ക് അതുപോലും തോന്നിയില്ല. അത്രമാത്രം വിലപ്പെട്ടതാണ് ദൈവസന്നിധി. ഈ അനുഭവം ഈ ലോക ജീവിതത്തിലും വിശുദ്ധന്മാർ പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവസന്നിധിയിലായിരിക്കാനുള്ള അതിയായ വാഞ്ച അത് യഥാർത്ഥ ഭക്തന്മാർക്കെല്ലാം ഇപ്പോഴും ഉണ്ടായിരുന്നൊരു വാഞ്ചയാണ്. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ ചിന്തകളിലേക്ക്, വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന കാര്യമായിരുന്നു. എഫേസ്യർ 4:30. അപ്പോൾ പഴയ നിയമ ഇസ്രായേൽ ദൈവത്തെ ദുഃഖിപ്പിച്ച 5 കൂട്ട കാര്യങ്ങൾ പൗലോസ്ലീഹ 1 വരുന്നത് 10-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചിന്തിച്ചു. അതിനോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിനോട് അരുത് എന്ന് പറയുന്ന 5 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എന്നൊരു കാര്യം ഓർപ്പിക്കട്ടെ: നമുക്കൊരിക്കലും അരുതുകളെ ലംഘിക്കുവാൻ പാടില്ല. അപ്പോൾ നമ്മൾ കേൾക്കുന്ന തിരുവചന സത്യങ്ങൾ നമ്മളത് യഥാർത്ഥമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രമാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഞാൻ ഇന്നലെ കൂടെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ, ഒരു മനുഷ്യനിൽ ആത്മാവ് എങ്ങനെയൊക്കെയാണ് ഇടപെടുന്നത്, അതിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് കൂടി ഇവിടെ അല്പമായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകാമെന്ന് കർത്താവിൽ ആശ്രയിക്കുക. അപ്പോൾ വളരെ ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മളെല്ലാവരും കർത്താവിലായി തീരുവാനും രക്ഷിക്കപ്പെടുവാനും ഇന്നായിരിക്കുന്ന ഈ അനുഭവത്തിലൊക്കെ എത്തുവാൻ കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഒന്നാമത് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, ജോൺ ഗോസ്പൽ ചാപ്റ്റർ 16:8. അവിടെ വായിക്കുന്നത്: അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ലോകത്തിന് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, മനുഷ്യരും. അപ്പോൾ പാപത്തിനെ കുറിച്ചുള്ള ബോധം ഇന്ന് അനേകരും ദൈവവചനം കേൾക്കുന്നുവെങ്കിലും അവരിൽ പാപബോധം ഉണ്ടാകുന്നില്ല. ഒരു വ്യക്തിയിൽ പാപിയാണെന്നുള്ള ഒരു ബോധമുണ്ടാകുന്നത് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവം നീതിമാനായ ദൈവമാണ്. നീതിമാനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെല്ലാവരും പാപികളാണ്. നമുക്ക് ശിക്ഷാവിധിയുണ്ട്. അത് നിത്യനരകമാണ്. ഈ കാര്യത്തെക്കുറിച്ച് ശരിയാവണ്ണം നമുക്ക് ബോധ്യം തരുന്നത് ദൈവാത്മ പ്രവർത്തന ഫലമായിട്ടാണ്. അപ്പോൾ നീതിമാനായ ദൈവസന്നിധിയിൽ ഞാൻ പാപിയായിരിക്കുമ്പോൾ എനിക്ക് ഈ പാപത്തിൽ നിന്നും എനിക്ക് മോചനം പ്രാപിക്കണം, ഇല്ലെങ്കിൽ മരണാനന്തരം നിത്യശിക്ഷാവിധി നരകമാണ് എന്ന കൃത്യമായ ബോധ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് നൽകും. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, അപ്പോൾ ഏത് നിലയിലും പാപത്തിൽ നിന്നും, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ ആ മനുഷ്യനിൽ ഒരു വലിയ ആഗ്രഹമുണ്ടാവും. നമുക്കറിയാം, പത്രോസ് പ്രസംഗിക്കുമ്പോൾ, പത്രോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അവിടെ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി
2:37 വായിക്കുന്നുണ്ട്. ആക്ട്സ് ചാപ്റ്റർ 2:37. അവിടെ വായിക്കുന്നത്, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ട് അവർക്ക് വചനം കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അന്നത്തെ ആ പ്രസംഗ ഫലമായിട്ട് ഏതാണ്ട് 3000-ഓളം പേർ രക്ഷിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒരുവനിൽ പാപബോധമുണ്ടാകുകയുള്ളൂ. ചിന്തിക്കുക. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ തന്നെ ഇന്ന് അനേകരും വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാറില്ലാത്തതുകൊണ്ട് അവരിൽ വലിയ ക്രിയയൊന്നും കാണാൻ കഴിയുന്നില്ല. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. യഥാർത്ഥമായിട്ടും നമുക്ക് പാവബോധം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മളിൽ വീണ്ടും ജനനം എന്നുള്ള കാര്യം നടക്കൂ. അത് വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മളിലേക്ക് പാപബോധം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് പാവബോധം വന്നതുകൊണ്ടാണ്, പാവബോധം നമുക്ക് തന്നതുകൊണ്ടാണ് നമുക്ക് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിൻസനയിൽ കണ്ണുനീരോടെ അപേക്ഷിക്കുവാനും മാനസാന്തരപ്പെടുവാനും നമുക്ക് രക്ഷിക്കപ്പെടുവാനും ഒക്കെ ഇടയായത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമാണ് രണ്ടാമത്തെ കാര്യമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, വീണ്ടും ജനനം. നമ്മൾ നിത്യജീവനെ പ്രാപിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനപരമായിട്ടാണ്. ഇതേ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം, അത് വളരെ പ്രസിദ്ധമായൊരു ഭാഗമാണല്ലോ. നമുക്കറിയാം, അവിടെ നിക്കോദെമോസുമായിട്ടുള്ള സംഭാഷണത്തിൽ കർത്താവ് പറയുന്നൊരു കാര്യമാണ്. ജോൺ ഗോസ്പൽ ചാപ്റ്റർ 3:3-5. അവിടെ വായിക്കുന്നത്, ആമേൻ ആമേൻ, യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ ഇന്ന് അനേകരും രക്ഷിക്കപ്പെട്ടു എന്ന് കരുതുന്നതൊക്കെ അവർ വചനം കേട്ടു, അവർക്കത് നല്ലതായിട്ട് തോന്നി, കൈപൊക്കി, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു കൊടുത്തതിന് പുറകെ പിന്നാലെ പറഞ്ഞു. പക്ഷെ അവർക്ക് യഥാർത്ഥ പാവബോധമുണ്ടാകുകയോ മാനസാന്തരപ്പെടുകയോ അനുദപിക്കുകയോ ചെയ്യുന്നതായിട്ട് നാം കാണുന്നില്ല. ചിന്തിക്കുക. ഇവിടെ വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ആ വ്യക്തിക്ക് നിത്യതയുമായുള്ള അല്ലെങ്കിൽ നിത്യജീവനുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരിക്കില്ല. ഇന്ന് അതുകൊണ്ട് തന്നെ ഒരുപാട് പേരും രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറയുന്നെങ്കിലും അവർക്ക് വചനത്തോടുള്ള ദാഹമോ കർത്താവിനെ സാക്ഷിക്കാനുള്ള ഉത്സാഹമോ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു എരിവോ ഒന്നും കാണുന്നില്ല. കാരണം ഇന്ന് മറ്റൊരു സുവിശേഷവും മറ്റൊരു യേശുവിനെയൊക്കെയാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് അവർ പ്രാപിക്കുന്നത് മറ്റൊരു ആത്മാവിനെയാണ്, വേറൊരു ആത്മാവ്. അതിൻ്റെ പ്രവൃത്തിയാണ് ഈ കാലയളവിൽ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ കർത്താവ് നിക്കോദെമോസിനോട് പറയുകയാണ്, നീ വീണ്ടും ജനിക്കണം. നിക്കോദെമോസിന് ആ കാര്യം ആദ്യം മനസ്സിലായില്ല. അപ്പോൾ ഇത്രയും വൃദ്ധനായിരിക്കുന്നത് എനിക്ക് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പോയിട്ട് വീണ്ടും ജനിക്കാൻ കഴിയുമോ? എന്നാൽ കർത്താവ് ഒന്നുകൂടെ അത് സ്പഷ്ടമായി കൊടുത്തു. വെള്ളത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിക്കുന്നില്ലായെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ഇവിടെ ഒരു സംശയം ഉണ്ടായേക്കാം. ചിലർ വെള്ളമെന്ന് കേട്ടാൽ ഉടനെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് സ്നാനത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് സ്നാനത്തെക്കുറിച്ച് അനേകർ പഠിപ്പിക്കുന്നത് പോലും നിങ്ങൾ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നൊക്കെയാണ്. അങ്ങനെയല്ല ദൈവമക്കളെ, അതല്ല വീണ്ടും ജനനം. സ്നാനമല്ല വീണ്ടും ജനനം, സ്നാനത്താലല്ല വീണ്ടും ജനനം. എന്നാൽ വീണ്ടും ജനിച്ചവർക്ക് സ്നാനം വേണം, അത് വേറൊരു കാര്യം.
എന്നാൽ വീണ്ടും ജനനം എന്നുള്ളത് സ്നാനമല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പം ചിലർ അതിനെക്കുറിച്ച് തന്നെ ഞങ്ങളെ കൊണ്ട് സ്നാനപ്പെട്ടവരാ, ഞങ്ങളെ ചെറുപ്പത്തിലെ മുങ്ങിയൊന്നുമില്ല, തളിച്ചതേ ഉള്ളൂ, എങ്കിലും അതിന് മുങ്ങിയതായിട്ട് എണ്ണും. എല്ലാ അബദ്ധ ചിന്തകളും അവിടെയുള്ളവർ. നമ്മൾ ഇത് സ്നാനമെന്നുള്ളത് പോലും അത് കുഞ്ഞുങ്ങൾക്കോ അത് ചെറുപ്പക്കാർക്കോ വലിയവർക്കോ പ്രായമായവർക്കോ അല്ല. അത് മാനസാന്തരപ്പെട്ടവർക്കാണ്, വിശ്വസിച്ചവർക്കാണ്, ശിഷ്യനായി തീർന്നവർക്കാണ്. അല്ലാതെ പ്രായമോ വലുപ്പമോ അതൊന്നുമല്ല വിഷയം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നമ്മൾക്ക് ഈ വീണ്ടും ജനന അനുഭവം ഉണ്ടോ എന്നുള്ളതാണ്. വീണ്ടും ജനനം എന്നുള്ളത് വെള്ളത്താലും ആത്മാവിനാലും ആണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് പലരും ഈ സ്നാനത്തെ സംശയിക്കേണ്ടതായിരുന്നത്. എന്നാൽ ഇവിടെ വെള്ളവും ആത്മാവും എന്ന് പറഞ്ഞിരിക്കുന്നത് തിരുവെഴുത്തിനെ കുറിച്ചാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ കൃത്യമായി ബോധ്യം തരും. കർത്താവ് തന്നെ പറഞ്ഞപ്പോൾ യോഹന്നാൻ 6:63 കർത്താവ് പറഞ്ഞു, ജോൺ ഗോസ്പൽ ചാപ്റ്റർ 6:63, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാകുന്നു. ഈ ആത്മാവും ജീവനുമാകുന്ന വചനത്തെ നമ്മൾ കൈക്കൊള്ളുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ വീണ്ടും ജനിക്കുക. കർത്താവ് പറഞ്ഞില്ലേ, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പോൾ ഈ കുടിക്കാൻ വേണ്ടി വിളിച്ചത് എന്തിനു വേണ്ടിയാ? നമ്മുടെ ദാഹശമനം വരുത്തുവാൻ കഴിയുന്ന ജീവജലമാകുന്ന ദൈവവചനത്തിന് വേണ്ടിയാണ്. യോഹന്നാൻ 7:37, ജോൺ 7:37. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ദാഹശമനത്തിന്, നമ്മുടെ വിശപ്പ് ഇല്ലായ്മ ചെയ്യുവാൻ, നമ്മുടെ വീണ്ടും ജനനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ 1 കൊരിന്ത്യർ അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ, 1 കൊരിന്ത്യർ 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ പൗലോസ്ലീഹ ആ കൊരിന്ത്യരോട് പറയുമ്പോൾ പറയുന്നത്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. കണ്ടോ? അപ്പോൾ പൗലോസ്ലീഹ ഇവിടെ അവകാശപ്പെടുന്നത്, ഞാനാണ് നിങ്ങളോട് സുവിശേഷം പറഞ്ഞ് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചത് എന്നാണ്. നോക്കുക, ഈ കർത്താവിനെ അവർ സ്വീകരിക്കാൻ കാരണം താൻ പോയി അവരോട് സുവിശേഷം പറഞ്ഞതിലൂടെയാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് നമുക്കറിയാം, 2 തിമോത്തി 2:8. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കർത്താവിനെ കൊടുക്കുമ്പോൾ കർത്താവിനെ സ്വീകരിക്കുന്നവർ വചനത്തെ, ആ വചനം ജഡമെടുത്തു വന്ന ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരാണ് വീണ്ടും ജനിക്കുന്നത്. അതിനെക്കുറിച്ച് ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ, യാക്കോബ് ചാപ്റ്റർ 1:18 അവിടെ വായിക്കുന്നത്, നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. കണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബ് ഇവിടെ പറയുന്നത് നമ്മൾ ദൈവവചനത്താൽ വീണ്ടും ജനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള വീണ്ടും ജനനം, അതിനെക്കുറിച്ച് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പത്രോസ്ലീഹ പറയുന്ന ഒരു കാര്യം, 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം 23-ാം വാക്യം, 1 പീറ്റർ ചാപ്റ്റർ 1:23, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കണ്ടോ? സംശയലേശമന്യേ പത്രോസ് ആ കാര്യം ഇവിടെ വ്യക്തമാക്കുകയാണ്. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്നാനമല്ല, അത് ദൈവവചനത്താലാണ്. ദൈവവചനം ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ അവനിൽ വീണ്ടും ജനനം നടക്കുന്നു. അതല്ലേ കർത്താവിൻ്റെ, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ എത്ര വ്യക്തമായിട്ടാണ് ആ കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത്.
യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യം. ജോൺ ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 12 and 13. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഇതാ പ്രിയമുള്ളവരെ, ഉയരത്തിൽ നിന്നുള്ള ജനനം, ദൈവത്തിൽ നിന്നുള്ള ജനനം. ഇത് മാനുഷികമല്ല. അപ്പോൾ അങ്ങനെ ദൈവത്തിൽ നിന്നും ജനിക്കണം. അതിന് നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കണം. നമുക്കറിയാം, പിന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് ദൈവദൂത നിയോഗപ്രകാരം ആത്മാവിൻ്റെ നടത്തിപ്പിൽ കൊർന്നല്യോസ് തൻ്റെ ദാസന്മാരെ അയക്കുന്നു. പത്രോസിനെ വിളിപ്പിക്കുന്നു. പത്രോസിനെ വിളിപ്പിച്ച് വചനം കേൾക്കണമെന്ന് കൊർന്നല്യോസിനോട് സ്വർഗദൂതൻ പറയുന്നു. അതനുസരിച്ച് കൊർന്നല്യോസ് ആളെ വിടുന്നു. പത്രോസിനോട് ദൈവാത്മാവ് ഇടപെടുന്നു. അങ്ങനെ അന്യജാതിക്കാരനായ കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് പത്രോസ് കടന്നു വരുന്നു. ആ സമയത്ത് കൊർന്നല്യോസ് പത്രോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്. കൊർന്നല്യോസ് വളരെ ഭക്തനായ ഒരു മനുഷ്യനാണ്, ദൈവഭയമുള്ളൊരു മനുഷ്യനാണ്. ദൈവത്തിൻ്റെ ദൂതൻ മുഖാന്തരം ഈ സന്ദേശം ലഭിച്ചിട്ടാണ് തന്നെ വരുത്തിച്ചത്. പത്രോസ് വന്നപ്പോൾ കൊർന്നല്യോസ് പറയുന്ന ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പത്രോസ് വന്നപ്പോൾ കൊർന്നല്യോസ് പറയുകയാണ്, അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 33-ാം വാക്യം, ആക്ട്സ് ചാപ്റ്റർ 10:33. അവിടെ വായിക്കുന്നത്, ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു, നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുൻപാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പത്രോസ് ദൈവമാണോ? പത്രോസിനെ അവർ ദൈവമാക്കിയോ? ഇല്ല. ദൈവസന്നിധിയിലായിരിക്കുന്നു, നിന്നോട് ദൈവം പറഞ്ഞത് കേൾക്കുവാനായിട്ടാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത് എന്നാ പറഞ്ഞത്. നോക്കുക, എത്ര ഭക്തരായൊരു കൂട്ടമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർ ദൈവത്തിൻ്റെ വചനം ദൈവസന്നിധിയിലായിരിക്കുന്നുവെന്നും കേൾക്കുന്നത് ദൈവവചനമാണെന്നുള്ള ആ ബോധം അവരെ ഭരിച്ചിരുന്നു. ഇതാ ഇന്ന് അനേകരും കൂടി വരുമ്പോൾ ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നു എന്നുള്ള ആ ബോധം പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. നോക്കുക, അവിടെ നോക്കി ഇവിടെ നോക്കി, അവരെന്നാ ചെയ്യുക, ഇവരെന്നാ ചെയ്യുക. വചനത്തിലേക്കോ ആ സത്യങ്ങളെ ഗ്രഹിക്കാനുള്ള ആഗ്രഹത്തിലോ ദൈവസന്നിധിയിലായിരിക്കുന്നില്ല. ഇവിടെ ഇവരങ്ങനെയല്ല. അവർ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നുള്ള ദൈവ സന്നിധി ബോധത്തോടെ ഇരുന്നു. അതുകൊണ്ട് സംഭവിച്ചത് എന്തുവാ? ആ 10-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 10:44, ആക്ട്സ് ചാപ്റ്റർ 10:44, ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. കണ്ടോ, എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. നോക്കുക, ദൈവഭയത്തോടുകൂടി ദൈവവചനം കേൾക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഇന്ന് കേൾക്കുന്നവരിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല? അതിന് ഒരു ഉത്തരം 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ കാണാൻ കഴിയും. നോക്കുക, 1 തെസ്സലോനിക്കർ ചാപ്റ്റർ 2 വേഴ്സ് 13. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അതാ ദൈവമക്കളെ, നമ്മൾ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മളിത് ദൈവവചനമായി തന്നെ വിശ്വസിച്ച് കൈക്കൊള്ളുവാനുള്ളൊരു മനസ്സ് ഒരുക്കം നമുക്ക് വേണം. നമുക്കറിയാമല്ലോ വിധക്കാരൻ്റെ ഉപമ. അവിടെ ആ ഉപമയിൽ പറയുന്നത് നമ്മുടെ ഒരുക്കപ്പെട്ട ഹൃദയത്തെയാണ്. നോക്കുക, ആ നിലം അത് നമ്മുടെ ഹൃദയമാണ്. അപ്പോൾ ഇന്ന് കേൾക്കുന്നവർക്ക് ഒരു ഒരുക്കമില്ല. അതുകൊണ്ട് വഴിയരിയിൽ വീണ വിത്ത് പോലെയും പാറയുടെ മേൽ വീണ വിത്ത് പോലെയും മുള്ളിനിടയിൽ വീണ വിത്ത് പോലെയൊക്കെയാണ് അനേകരുടെ ജീവിതത്തിലും. കാരണം ഫലമുണ്ടാകുന്നില്ല. എന്നാൽ നല്ല നിലം,
ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഒരുക്കപ്പെട്ട ഹൃദയമുണ്ടായിരിക്കണം. ഇന്നും ഈ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ വചനം കേൾക്കുവാനായിട്ട് നിങ്ങളെ തന്നെ ഒരുക്കിയോ? ഈ വചനം കൈക്കൊള്ളുവാനുള്ള യഥാർത്ഥമായ ഒരുക്കം നമുക്കുണ്ടോ? പലർക്കും ദൈവത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ളൊരു ഒരുക്കമില്ല. അങ്ങനെ ഒരുങ്ങി വരാത്തവരോട് ദൈവത്തിന് ഇടപെടാൻ കഴിയില്ല. ഒരുക്കപ്പെട്ട ഹൃദയം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ അവർ ദൈവവചനമായിട്ട് അതിനെ കൈക്കൊണ്ടു, അത് അവരിൽ പ്രവർത്തിക്കാനിടയായി. പ്രിയ ദൈവമക്കളെ, നമ്മൾ യഥാർത്ഥമായും വീണ്ടും ജനിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്താലാണ്. ഈ വീണ്ടും ജനിച്ചവർ വളരുന്നത് ദൈവവചനത്താലാണ്. ദൈവവചനവുമായിട്ടുള്ള നമ്മുടെ ആഴമായ ഒരു ബന്ധമുണ്ടെന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് മാത്രം പോരാ, നമുക്ക് ഓരോ ദിവസവും ആ രക്ഷയിൽ വളരുവാനായിട്ട് കഴിയണം. രക്ഷയുടെ 3 അനുഭവങ്ങൾ നിങ്ങൾക്കറിയാം. രക്ഷിക്കപ്പെട്ടു, അത് ഭൂതകാലം; രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അത് വർത്തമാനകാലം; രക്ഷിക്കപ്പെടും, അത് ഭാവികാലം. അപ്പോൾ യഥാർത്ഥമായും വീണ്ടും ജനിച്ച ഒരു ദൈവവൈതൽ, ദൈവത്തിൻ്റെ വചനത്താൽ വീണ്ടും ജനിച്ച ദൈവവൈതൽ ഈ വചനത്താൽ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കണം. രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന ഈ പാല് കുടിക്കണം. 1 പത്രോസ് 2:2, യാക്കോബ് 1:21. രക്ഷയ്ക്കായി വളരുവാൻ ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. ഈ വചനമൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വചനത്താൽ ഓരോ ദിവസവും നമ്മൾ ആത്മാവിൽ വളർച്ച പ്രാപിക്കണം, അകത്ത മനുഷ്യനിൽ വളർച്ച പ്രാപിക്കണം. ഇത് വളരെ വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ പരിശുദ്ധാത്മാവ് നമുക്ക് പാവബോധം വരുത്തുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നു. നമുക്ക് ഈ വീണ്ടും ജനനം നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈ ആത്മാവിൽ വീണ്ടും ജനിക്കുന്ന ഒരു ദൈവവേദന മാത്രമേ ഒരു ദൈവമകനെന്ന് പറയാൻ കഴിയും, ഒരു വിശുദ്ധനായിട്ട് കാണുവാൻ കഴിയും. മൂന്നാമത്തെ കാര്യം, ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നു എന്നുള്ളതാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പോൾ നോക്കുക, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ, ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പേരാ സത്യത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ഈ ആത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ഈ ആത്മാവ് നമ്മൾ എന്തു ചെയ്യും? സകല സത്യത്തിലും വഴി നടത്തും, സകല സത്യത്തിലും വഴി നടത്തും. ഇന്ന് നമുക്ക് ഈ ആത്മാവിനാൽ നടത്തപ്പെടുന്ന അനുഭവം ആവശ്യമാണ്. ഞാനതിനെ അടുത്തൊരു പോയിന്റിൽ ഒന്നുകൂടെ വിശദീകരിക്കാം. അപ്പോൾ ഇന്ന് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുവാൻ നമ്മൾ ആത്മാവിന് വിധേയപ്പെടണം, ആത്മാവിനെ അനുസരിക്കണം. കാരണം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവമക്കൾ എന്ന് റോമർ 8:14 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ സകല സത്യത്തിലും വഴി നടത്തുന്ന ആത്മാവ്, പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുസരിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു യഥാർത്ഥ വിശുദ്ധ ജീവിതം സാധ്യമാകൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഈ ആത്മാവ് നമ്മളിൽ ഒരു വിശ്വാസിയിൽ ചെയ്യുന്നൊരു കാര്യം അവനെ സകല സത്യത്തിലും വഴി നടത്തുന്നു. നാലാമത്തെ കാര്യം, നമ്മളെ വീണ്ടെടുപ്പ് നാളിനായി ഈ പരിശുദ്ധാത്മാവ് നമ്മളെ മുദ്രയിടുന്നു. നമ്മൾ അത് ഇന്നലെയും അല്പമായിട്ട് കാണുകയുണ്ടായി. ഞാൻ അതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എഫേസ്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. വളരെ ഗഹനമല്ലേ? അതേ കാര്യമാണ് നമ്മൾ 4-ാം അധ്യായം 30-ാം വാക്യത്തിലും എഫേസ്യർ 4:30 വായിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നമ്മുടെ ഉടയവൻ, നമ്മുടെ സ്വാമി, നമ്മുടെ ഉടമസ്ഥൻ അത് നമ്മുടെ കർത്താവാണ്. കർത്താവ് എൻ്റെ ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. ഈ അറിവൊക്കെ നമുക്ക് എത്രമാത്രം സന്തോഷം പ്രദാനം ചെയ്യുന്നു. വളരെ വിലപ്പെട്ട കാര്യമല്ലേ ദൈവമക്കളെ. നമുക്കറിയാം, നമ്മുടെ റോഡിലൊക്കെ ചിലപ്പോൾ വലിയ മരങ്ങളൊക്കെ വെട്ടിയിട്ടിരിക്കും. സാധാരണക്കാർ മരങ്ങളൊക്കെ വെട്ടിയിട്ടാൽ പിറ്റേ ദിവസം ചിലപ്പോൾ കാണിയല്ല, ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. എന്നാൽ ഈ കൊണ്ട് ഇടുന്ന ഈ മരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ അതിലൊരു മുദ്രയുണ്ടാവും. ആ മുദ്രയുള്ളത് ആരും എടുക്കില്ല, തൊടിയല്ല. കാരണം എടുത്താൽ അവൻ പെട്ടെന്ന് പിടിക്കപ്പെടും. ചിന്തിക്കുക, നമ്മളെ മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ വണ്ണം ദൈവത്തിൻ്റെ ആത്മാവിൽ മുദ്രയിട്ടിരിക്കുന്നു എന്നുള്ള ആ കാര്യം നമ്മുടെ എത്രമാത്രം വലിയ ഭദ്രതയെ കാണിക്കുന്ന കാര്യമാണ് ദൈവമക്കളെ. നമ്മളെ ശത്രുവിന് തൊടാൻ കഴിയില്ല. ശത്രുവിന് തൊടണമെങ്കിൽ ദൈവത്തിൻ്റെ അനുവാദം വേണം. ദൈവം അനുവദിക്കാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എത്ര വിലപ്പെട്ട കാര്യമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ ഈ കാര്യത്തിൽ എത്രമാത്രം അവർക്ക് ധൈര്യപ്പെടാൻ കഴിയും. നാം ദൈവത്തിൻ്റെ വകയായി തീർന്നിരിക്കുന്നു. ദൈവം നമ്മളെ എൻ്റെ പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടിരിക്കുന്നു. അവിടെ അച്ചാരം എന്നൊരു വാക്കുമുണ്ട്. നമുക്ക് അച്ചാരം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്. അതിന് നമുക്ക് അഡ്വാൻസ് ആയിട്ട് നമ്മൾ കർത്താവിൻ്റെ വരവിൻ നാളിൽ എടുക്കപ്പെടുമെന്നുള്ള ഉറപ്പാണ് അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്. എത്ര വിലപ്പെട്ട കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചൊക്കെ പറയാൻ പോയാൽ വിശാലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം. എങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയിൽ ചെയ്യുന്ന 4 കാര്യങ്ങൾ നമ്മളിപ്പോൾ ചിന്തിച്ചു. ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ ഇനി കുറേ കാര്യങ്ങൾ പറയണം. കാരണം ഇത് അത്യാവശ്യമായിട്ടും പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്തുകൊണ്ട് ദുഃഖിപ്പിക്കാൻ പാടില്ല. ഒരു വിശ്വാസിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എത്ര വലുതാണ് എന്നുള്ളത് നമ്മൾ ഇതൊരു വളരെ അടിസ്ഥാനപരമായി തന്നെ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളെ നിങ്ങൾ ഓർപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇനി ഒരു 5-8 കാര്യങ്ങൾ ഓർപ്പിക്കാം അടുത്ത ക്ലാസ്സിൽ. കാരണം സമയത്തിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ ഇപ്പോൾ അവസാനിപ്പിക്കുക. ഇന്ന് നമ്മൾ ചിന്തിച്ചത് 4 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വ്യക്തിയിൽ പാപബോധം വരുത്തുന്നത്. അവന് യഥാർത്ഥമായും ദൈവത്തിലേക്ക് അടുക്കുവാൻ തക്കവണ്ണം അവന് ഒരു രക്ഷകന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാലാണ് അവൻ യഥാർത്ഥമായിട്ടും പാപബോധമുണ്ടായി അവന് രക്ഷകനെ കുറിച്ചുള്ള ആ ആഗ്രഹവും അതിനുവേണ്ടി ആവശ്യകതയൊക്കെ അവന് ബോധ്യം വരുത്തുന്നത് പരിശുദ്ധാത്മാവ്. ഇല്ല, അവൻ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നിത്യശിക്ഷാവിധി ഉണ്ടെന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ വരുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവൻ രക്ഷകൻ്റെ അടുക്കൽ വന്ന് മുഴക്കാൻ മടക്കും. രണ്ടാമത് നമ്മൾ കണ്ടത് നമ്മുടെ വീണ്ടും ജനനത്തെക്കുറിച്ചാണ്. നമ്മളെ നിത്യജീവനായി ഒരുക്കുന്നത്, നിത്യതയ്ക്കായി ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതിൻ്റെ ആരംഭം വീണ്ടും ജനനത്തിൽ ആരംഭിക്കുക. അപ്പോൾ ഈ വീണ്ടും ജനനം അത് ആത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ആത്മാവിനാൽ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവിൽ നമ്മൾ വീണ്ടും ജനിക്കുന്നു. അതുകൊണ്ടാണ് റോമർ 8:9 അവസാന ഭാഗത്ത് വായിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ആത്മാവിൽ വീണ്ടും ജനിച്ചോ എന്നുള്ളത് വളരെ വിലപ്പെട്ട കാര്യം തന്നെയാണ്. മൂന്നാമത് നമ്മൾ കണ്ടു, അവൻ നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നു. ഒരു വീണ്ടും ജനിച്ച ദൈവത്തിൻ്റെ പൈതൽ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആത്മാവിന് മാത്രമേ നമ്മളെ സകല സത്യത്തിലും വഴി നടത്താൻ കഴിയൂ. അതുകൊണ്ട് ഈ ആത്മാവിനെ നമ്മൾ കേൾക്കണം, അനുസരിക്കണം. അതൊരു വീണ്ടും ജനിച്ച ദൈവത്തിൻ്റെ കർത്തവ്യമാണ്. നാലാമത് നമ്മൾ ചിന്തിച്ചത്, വീണ്ടെടുപ്പ് നാളിനായി ഈ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്ര ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ചിന്തിക്കുക, എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എൻ്റെ കർത്താവ് വരും, ഞാൻ കർത്താവിനോട് പോകുമെന്ന് വീണ്ടും ജനിച്ച രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന് ധൈര്യമായി പറയാൻ കഴിയും. അതുകൊണ്ട് ഈ ഉറപ്പ് പ്രാപിച്ച് നമുക്ക് കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കാം. യഥാർത്ഥമായും നമ്മുടെ രക്ഷയെ നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് യഥാർത്ഥമായും കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ വന്ന് ഈ പ്രവൃത്തി ചെയ്ത് നമുക്ക് വീണ്ടും ജനിച്ചപ്പോൾ യഥാർത്ഥമായി നമ്മുടെ ഹൃദയം തകർന്നോ?
നമ്മുടെ കണ്ണുനീർ പൊഴിച്ചോ? നമുക്കൊരു യഥാർത്ഥമായ അനുതാപം ഉണ്ടായോ? ചിന്തിക്കണം. അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? അതുകൊണ്ട് ശരിയായ അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുവാൻ ദൈവവചനത്തിൻ്റെ കേൾവി നമുക്ക് ഇടയാക്കട്ടെ. ഈ സത്യങ്ങളെ പൂർണ്ണമായും പിൻപറ്റുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കേൾവിക്കാരായ എല്ലാവർക്കും കർത്താവിൻ്റെ ധാരാളമായ കൃപ ലഭിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും ഇപ്പോൾ ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.